ആത്മശക്തിയാൽ അഭിഷേകവും തന്ന് എന്നിൽ ആത്മസന്തോഷം താതൻ പകർന്നുവല്ലോ. ആത്മശക്തിയാൽ അഭിഷേകവും തന്ന് എന്നിൽ ആത്മസന്തോഷം താതൻ പകർന്നുവല്ലോ. നാഥാ നീ എൻ പേർക്കായി ചെയ്തതെല്ലാം നന്ദിയോടെന്നും ഞാൻ ഓർത്തിടുന്നു. സുഭാഷിതം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. The following night the Lord stood near Paul and said, Take courage, as you have testified about me in Jerusalem, so you must also testify in Rome. അപ്പോസ്തല പ്രവർത്തികൾ 23 അധ്യായത്തിന്റെ 11 വാക്യം. പൗലോസ് കർത്താവിനെക്കുറിച്ച് വിവിധയിടങ്ങളിൽ സാക്ഷീകരിച്ച് യെരുശലേമിലെത്തി. യെരുശലേമിൽ പലവിധമായ പ്രതികൂലങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിടെ കർത്താവിന്റെ സാക്ഷ്യം ഹേതുവായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് ജനം നിലവിളിച്ചു പറഞ്ഞു. യഹൂദന്മാർ പൗലോസിന്റെ മേൽ ചുമത്തുന്ന കുറ്റത്തിന്റെ സൂക്ഷ്മം അറിയുവാൻ ഇച്ഛിച്ചിട്ട് സഹസ്രാധിപൻ മഹാപുരോഹിതന്മാരെയും ന്യായാധിപ സംഘത്തെയും കൂട്ടിവരുത്തി പൗലോസിനെ അവരുടെ മുൻപിൽ നിർത്തി. ഈ സംഘത്തെ അഭിസംബോധന ചെയ്യുവാൻ പൗലോസിന് അവസരം ലഭിച്ചപ്പോൾ അവിടെയും തന്റെ സാക്ഷ്യം വഹിച്ചു. പക്ഷേ അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടതായി 23 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങിവന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പന കൊടുത്തു. ആ രാത്രിയിലാണ് കർത്താവ് പൗലോസിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞത്. തുടർന്ന് താൻ ചെയ്യേണ്ട കാര്യങ്ങളും കർത്താവ് പറഞ്ഞുകൊടുത്തു. അതിന്റെ അർത്ഥം മറ്റൊന്നല്ല, നാം കർത്താവിനെ സാക്ഷീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന് വേണ്ടി സാക്ഷിയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കർത്താവ് കാണുന്നില്ലേ എന്ന് മാനുഷിക രീതിയിൽ പലപ്പോഴും നാം ചിന്തിച്ചു പോകും. നമ്മെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപകടമോ പ്രതികൂല സാഹചര്യങ്ങളോ നേരിടുമ്പോൾ ഉറച്ചു നിൽക്കുവാനോ ദൃഢനിശ്ചയം ചെയ്യുവാനോ പലപ്പോഴും നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ധൈര്യപ്പെടുക, ഇനിയും എന്നെക്കുറിച്ച് നിനക്ക് സാക്ഷിക്കുവാനുണ്ട് എന്ന്. നമ്മിൽ നിന്ന് ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ക്ഷീണിതരായി തീരും. ഭയം നമ്മെ പിടികൂടും. നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. ജീവിതത്തിൽ പരാജയം നേരിടും. ഈ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ അവരോട് കർത്താവ് പറയുന്നു, ധൈര്യപ്പെടുക. നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവ് അവന്റെ അടുക്കൽ നിന്നു എന്ന്. യേശു കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. എബ്രായർ 13:5-6 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. യേശു ധൈര്യം കൽപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം നമുക്ക് ധൈര്യം പകരുന്നതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 4:13 എഴുതിയിരിക്കുന്നത്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ധൈര്യമായിരിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. പൗലോസ് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നാം ധൈര്യത്തോടെ നിൽക്കുന്നുവെങ്കിൽ അതിനൊരു പ്രതിഫലമുണ്ട്. എബ്രായർ 10:35 പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും
തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കരുണയുള്ള പിതാവേ, ഏത് പ്രതിസന്ധിയിലും ധൈര്യത്തോടെ നിൽപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ. നല്ല പോർ ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ.